ഹായ് ഓൾ, വെൽക്കം ടു പാസ്വേഡ്. എടാ, PSC പരീക്ഷയുടെ ഒരു ഷുവർ ഷോട്ട് ഏരിയ ആണ് പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പൊ ആ പദ്ധതികളിലെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ശലഭം എന്ന് പറയുന്ന പദ്ധതി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ, റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കടാം, ശലഭം പദ്ധതി ഇതൊരു സമഗ്ര ശിശു പരിശോധനാ പദ്ധതിയാണെന്ന് ആദ്യം മനസ്സിലാക്കണേ. അതായത് ഈ പദ്ധതിയിലൂടെ നവജാത ശിശു, അതായത് സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന ഒരു നവജാത ശിശുവിന് സൗജന്യവും സമഗ്രവുമായിട്ടുള്ള ഒരു വൈദ്യ പരിശോധന ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് ഒരു 48 മണിക്കൂറിനകത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട 4 പരിശോധനകളുണ്ട്. ഈ 4 പരിശോധനയാണ് ഈ പദ്ധതിയിലൂടെ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ശലഭം പദ്ധതി എന്ന് പറയുന്നത് ഒരു സമഗ്ര ശിശു പരിശോധനയാണ്. സമഗ്രം പദ്ധതിയിൽ പ്രധാനമായിട്ടും 4 പരിശോധനകളാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഒരു 48 മണിക്കൂറിനകത്താണ് ഈ പരിശോധനകളൊക്കെ നടത്തേണ്ടതെന്ന് മനസ്സിലാക്കണം. സർക്കാർ തലത്തിൽ സൗജന്യവും സമഗ്രവുമായിട്ടാണ് ഈ പദ്ധതി നടത്തുന്നത് എന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് ആ 4 പരിശോധനകൾ ഏതൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് സ്ക്രീനിങ് എന്ന് പറയും. രണ്ടാമത്തേത് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് എന്ന് പറയും. മൂന്നാമത്തത് OAE ഇയർ സ്ക്രീനിങ് എന്ന് പറയും. ഇനി നാലാമത്തത് മെറ്റബോളിക് സ്ക്രീനിങ് എന്ന് പറയും. ഇത് 4നെയും കണക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു കോഡ്, ഒരു കഥ പോലെ പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ആ കുഞ്ഞിനെ നമ്മൾ കാണും വിസിബിൾ. രണ്ടാമത് അതിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് കേൾക്കും. അപ്പൊ രണ്ടാമത്തത് ഹാർട്ട്. മൂന്നാമത്തത് കേൾക്കും. ഓക്കെ, കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിനെ കണ്ടു, ഹാർട്ട് ബീറ്റ് കേട്ടു, സന്തോഷമായി. അപ്പൊ നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുക്കും? ബോളി വാങ്ങിച്ചു കൊടുക്കും. മെറ്റാബോളിസത്തിന്റെ ബോളി വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ 4 കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോ, വിശദമായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് സ്ക്രീനിങ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിനെ കാഴ്ചയിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതാണ്. കുഞ്ഞിന്റെ കാല് വളഞ്ഞിരിക്കുക, ഈ ചുണ്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ കുഞ്ഞിനെ കാണുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിലാക്കും. 2, കുഞ്ഞിന്റെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് വളരെ ലളിതമായി കുഞ്ഞിന്റെ ഓക്സിജൻ ലെവല് മനസ്സിലാക്കിയിട്ട് അവിടെ കുഞ്ഞിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ നേരത്തെ തന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം മനസ്സിലാക്കിയ അതിന് പരിഹാരം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, OAE ഇയർ സ്ക്രീനിങ്. നമ്മൾ പറഞ്ഞു ഹാർട്ടിന്റെ ബീറ്റ് നമ്മൾ കേൾക്കുമെന്നാ പറഞ്ഞു. അപ്പൊ മൂന്നാമത്തത് ഇയർ സ്ക്രീനിങ് ആണ്. ഇയർ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ 48 മണിക്കൂറിനകത്ത് കുഞ്ഞിന്റെ കേൾവി ശക്തിയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി തുടക്കത്തിലെ പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ അതിനെ തുടക്കം മുതലേ അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയാൽ പിന്നീട് അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു ബോളി വാങ്ങിച്ചു. ബോളി എന്ന് പറഞ്ഞാൽ മെറ്റാബോളിസത്തിന്റെ ബോളിയാ. അപ്പൊ മെറ്റബോളിക് സ്ക്രീനിങ് നടത്തി രക്തമോ മൂത്രമോ പരിശോധനകൾ നടത്തിയിട്ട് കുഞ്ഞിനുണ്ടാകുന്ന അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മനാ ഉള്ള ചില മെറ്റബോളിസപരമായ വൈകല്യങ്ങളെ കണ്ടെത്താൻ, അതിനനുസരിച്ച് ആ കുഞ്ഞിന്റെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വച്ചിരിക്കേണ്ടത് പിള്ളേരെ? എന്താ? ശലഭവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ മക്കളെ, ഇത്രയേ ഉള്ളു കാര്യം. കുഞ്ഞ് ജനിച്ചു, അപ്പൊ ആ കുഞ്ഞിനെ കണ്ടു, അപ്പൊ വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് സ്ക്രീനിങ്. അതിന്റെ ഹാർട്ട് ബീറ്റ് കേട്ടു. ഹാർട്ട് ബീറ്റ് എന്ന് പറയുമ്പോൾ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. കേട്ടു എന്ന് പറഞ്ഞാൽ OAE ഇയർ സ്ക്രീനിങ്. സന്തോഷത്തിൽ നമ്മൾ തുള്ളിച്ചാടിയിട്ട് എന്ത് വാങ്ങിച്ചു കൊടുത്തു? നമ്മൾ ബോളി വാങ്ങിച്ചു കൊടുത്തു. മെറ്റാബോളിക് സ്ക്രീനിങ് എന്ന് പറയും. ഇത്രയുമാണ് എന്തുമായി ബന്ധപ്പെട്ട് ഓർത്തു വച്ചിരിക്കേണ്ടത് പിള്ളേരെ? നമ്മുടെ ശലഭം പദ്ധതിയുമായി ഓർത്തിരിക്കേണ്ട സാധനം. ക്ലിയർ ആണല്ലോ? നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുന്നവര് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.